ഹലോ ഡിയേഴ്സ്, ലിറ്റിൽ മില്ലറ്റ് കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഹെൽത്തിയുമാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കപ്പ് അളവിൽ ലിറ്റിൽ മില്ലറ്റ് എടുക്കാം. ഞാൻ ചാമയരി എന്നറിയപ്പെടുന്ന ലിറ്റിൽ മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. ലിറ്റിൽ മില്ലറ്റിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് ഡയബറ്റീസ് കുറയാനും കൊളസ്ട്രോൾ കുറയാനും വളരെ നല്ലതാണ്. നമുക്ക് ഈ ചാമയരി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് കൈകൊണ്ട് തിരുമ്മി കഴുകാതെ ഒന്ന് ഇതുപോലെ അലമ്പി കഴുകിയാൽ മതിയാകും. 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 5 മണിക്കൂർ നമുക്ക് കുതിർത്താൻ വെക്കാം. 5 മണിക്കൂറിന് ശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലിട്ട് വെള്ളം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഈ അരിച്ചെടുത്ത വെള്ളം നമുക്ക് ആവശ്യം വരും, കളയരുത്. അതിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അടങ്ങിയതാണ്. അതുകൊണ്ട് ആ വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. നേരിയ നനവോട് കൂടിയ ഈ ലിറ്റിൽ മില്ലറ്റ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. കൂടുതൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല, നേരിയൊരു നനവേ പാടുള്ളൂ. കൂടുതലുള്ളത് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചോ ഒപ്പിയെടുത്ത് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ചാമയരി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. 10 സെക്കൻഡ് വീതം നിർത്തി ഒരു 5-6 പ്രാവശ്യം അടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഓരോ പ്രാവശ്യം പൊടിച്ചതിന് ശേഷം തുറന്ന് സ്പൂണ് കൊണ്ടൊന്ന് പറ്റിയിരിക്കണതൊക്കെ അടർത്തിയിട്ട് കൊടുക്കണം. നനവുള്ളത് കൊണ്ട് മിക്സിയുടെ സൈഡിലും അടിയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അതൊക്കെ സ്പൂണ് കൊണ്ട് പിടിവെച്ച് കൊടുത്താൽ എല്ലാം നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ലിറ്റിൽ മില്ലറ്റ് പൊടിച്ചതിനകത്ത് ധാരാളം കട്ടകളുണ്ട്. അതൊന്നും നമുക്ക് കൈകൊണ്ട് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്ത് നമുക്ക് രാവിലെ പുട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ചാമയരി പൊടിച്ച് പുട്ടുണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല പഴുത്ത ഏത്തപ്പഴമാണ്. ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ഏത്തപ്പഴം നല്ല ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴത്തിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസും മിനറൽസും പിന്നെ അതുപോലെ ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മളിത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പഴം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മില്ലറ്റ് കുതിർത്തിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂൺ കാണും. നമുക്ക് കുഴച്ച് നോക്കിയിട്ട് ലൂസ് പോരെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാകും. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യാം. ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. മധുരം വേണ്ടവർക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ മധുരം തന്നെ ഇതിന് ധാരാളമാണ്. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വേണമെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പാനിയോ ചേർത്ത് നമുക്ക് ഇതുണ്ടാക്കാം. മീഡിയം ഹീറ്റിൽ 3 മിനിറ്റ് ഫ്രൈ ചെയ്താൽ ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പാനിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്.
നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാനുള്ള ബാറ്റർ ബാക്കിയുണ്ട്. നമുക്കതും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ലിറ്റിൽ മില്ലറ്റ് കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.